അരൂരിനെ കൊച്ചിയുടെ സാറ്റലൈറ്റ് സിറ്റിയാക്കി മാറ്റുമെന്ന് ഡെപ്യൂട്ടി സ്പീക്കറും അരൂർ എംഎൽഎയുമായ ഷാനിമോൾ ഉസ്മാൻ. KLCA കൊച്ചി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ എരമല്ലൂരിൽ സംഘടിപ്പിച്ച പ്രൗഢോജ്വലമായ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു എംഎൽഎ. കൊച്ചി രൂപതാ ബിഷപ്പ് ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ സമിതി തയ്യാറാക്കിയ എന്റെ അരൂർ എന്ന വികസന രേഖയും എംഎൽഎ ഏറ്റുവാങ്ങി. വ്യവസായ തലസ്ഥാനമായ കൊച്ചിയുടെ സാറ്റലൈറ്റ് സിറ്റിയാക്കി അരൂരിനെ മാറ്റുമെന്ന് ഡെപ്യൂട്ടി സ്പീക്കറും അരൂർ എംഎൽഎയുമായ ഷാനിമോൾ ഉസ്മാൻ. KLCA കൊച്ചി രൂപതാ സമിതി തയ്യാറാക്കി നൽകിയ എന്റെ അരൂർ എന്ന വികസന കരട് രേഖ ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു എംഎൽഎ. അരൂരിന്റെ ജനപ്രതിനിധികളായിരുന്ന തന്റെ മുൻഗാമികൾ തുടങ്ങിവെച്ച പദ്ധതികൾ പൂർത്തീകരിക്കുകയും അരൂരിന്റെ ആധുനികവൽക്കരണത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് വിശ്രമമില്ലാതെ പരിശ്രമിക്കുമെന്നും എംഎൽഎ ഉറപ്പു നൽകി. സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയുടെ സ്ഥിരാകേന്ദ്രമെന്ന നിലയിൽ ഒരു വ്യവസായ ഇടനാഴിയാക്കി അരൂരിനെ രൂപപ്പെടുത്തും. KLCA കൊച്ചി രൂപതാ സമിതി എംഎൽഎക്ക് നൽകിയ സ്വീകരണത്തിലാണ് എന്റെ അരൂർ എന്ന വികസന സമീപന രേഖ സമർപ്പിച്ചത്. എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യുന്നതിൽ തെരഞ്ഞെടുപ്പിനുള്ള വാക്ക് ഞാൻ ബഹുമാനപ്പെട്ട പിതാവിന്റെ മുന്നിലൂടെ പറഞ്ഞിട്ടുണ്ട്. പെരുമ്പളം മാക്കിയേക്കാൾ വലിയതോട് തലപ്പുപാലം നരിയാണി ശ്രീനാരായണ പാലം കോടതിരുത്ത് പാലം ചേരുന്ന ചെല്ലാൻ പാലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പടിപടിയായിട്ട് നമുക്ക് 5 വർഷക്കാലമുണ്ട്. 1.5 കൊല്ലം കാലം നിന്നപ്പോൾ എനിക്ക് സങ്കടമായിരുന്നു. കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ 1.5 കൊല്ലം പോരാ. പക്ഷേ നമുക്ക് കിട്ടിയിട്ടുള്ള കൃത്യമായ 5 വർഷം ഫലപ്രദമായി തന്നെ ഉപയോഗിക്കുമെന്നുള്ള ഉറപ്പ് ഞാൻ പറയുകയാണ്. സമ്മേളനം കൊച്ചി രൂപതാ ബിഷപ്പ് ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഈ ഹൈവേയിൽ വണ്ടികൾ ചീറിപ്പായുന്നതുപോലെ വികസനം വരുമ്പോൾ എറണാകുളം കഴിഞ്ഞാൽ പിന്നീട് ആലപ്പുഴ പട്ടണത്തിലേക്കാണ് പോവുക. അത് അരൂർ വഴിക്കാണ് പോകുന്നത്. ഉയരപ്പാത വഴി വന്നു കഴിഞ്ഞാൽ അരൂരിനെ ടച്ച് ചെയ്യാതെ ഈ ഉയരപ്പാത വഴി ഈ വികസനമെല്ലാം ആലപ്പുഴയിലേക്ക് പോകുമോ എന്നാണ് നമ്മുടെ പേടി. എന്നാൽ അരൂരില്ലാതെ ആലപ്പുഴയിലേക്ക് കാലുകുത്തുക സാധ്യമല്ല എന്നുള്ളത് നമുക്കറിയാം. ഈ അരൂരിനെ മറക്കരുത് എന്നുള്ള പ്രാർത്ഥനയ്ക്കും അഭ്യർത്ഥനയ്ക്കും ഒപ്പം അരൂരിലെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാനായിട്ടാണ് ഞങ്ങൾ ഏറ്റവും വലിയ പ്രതീക്ഷയായിട്ട് ഞങ്ങൾ കാണുന്നത്. അരൂരിന്റെ വികസന മുരടിപ്പിന് മാറ്റമുണ്ടാവണമെന്നും എഴുപുന്ന റെയിൽ ഓവർ ബ്രിഡ്ജ്, കുടിവെള്ളം ഉൾപ്പെടെയുള്ള ജനകീയ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് കാലതാമസം ഉണ്ടാവരുതെന്നും മെത്രാൻ ആവശ്യപ്പെട്ടു. വികസന പ്രവർത്തനങ്ങൾക്ക് കൂട്ടായി പരിശ്രമിക്കാമെന്നും എംഎൽഎ മുന്നോട്ട് വെക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് കൊച്ചി രൂപതയുടെ പരിപൂർണ പിന്തുണ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. KLCA കൊച്ചി രൂപതാ പ്രസിഡന്റ് TA ഡാൽഫിൻ അധ്യക്ഷത വഹിച്ചു. നാളുകളായി അനുവദിച്ച് കിടക്കുന്നത് അത് നമ്മുടെ എരമല്ലൂരിന്റെ ഓവർബ്രിഡ്ജ്. ഇവിടെ ഈ എലിവേറ്റഡ് ഹൈവേ വരുന്നു. നമ്മുടെ ഹൈവേയുടെ വീതി വർദ്ധിക്കുന്നു. അങ്ങനെ വികസനങ്ങളുടെ ചില അടയാളങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകും. കാലങ്ങളായി 4 വരിപ്പാത കടന്നു പോകുന്ന അരൂർ പ്രദേശം എന്തുകൊണ്ടാണ് ഒരു വികസന മുരടിപ്പ് നമ്മൾ അനുഭവിക്കുന്നത്? രൂപതാ ഡയറക്ടർ ഫാദർ ആന്റണി കുഴിവേലി ആമുഖ പ്രഭാഷണം നടത്തി. നാടിന് വികസനം ഉണ്ടാകും എന്നുള്ള ഉത്തമമായ ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് അരൂരിനെ പഴയ കൊച്ചിയിലേക്ക് തള്ളിവിടല്ലേ എന്നുള്ളത്. അരൂരിന്റെ വികസനത്തിന്റെ മുഖമുണ്ടായിരുന്നു. ഈ മേൽപ്പാലം വന്ന സമയത്ത് അതിനു വേണ്ടിയിട്ട് ഈ ദേശത്ത് നിന്ന് അനേകം കടകൾ പൊളിച്ചു മാറ്റപ്പെട്ടു. അനേകരുടെ ഉപജീവന മാർഗം തടസ്സപ്പെട്ടു എന്നെല്ലാം ഞങ്ങൾക്കും നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ഫെറോന വികാരി ഫാദർ ടൈറ്റസ് കണ്ടത്തിപ്പറമ്പിൽ, അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CK പുഷ്പൻ, എഴുപുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഷാജി, രൂപതാ ജനറൽ സെക്രട്ടറി സെബാസ്റ്റ്യൻ കോയിപ്പറമ്പിൽ, ട്രഷറർ ജോബ് പുളിക്കിൽ, അരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോളി ജസ്റ്റിൻ, രൂപതാ വൈസ് പ്രസിഡന്റുമാരായ സോണി പവേലിയിൽ, ബാബു കാളിപ്പറമ്പിൽ, സെക്രട്ടറി ജോഷി മുരിക്കുംതറ, സുനന്ദ ബോണി, രൂപതാ രാഷ്ട്രീയ ഫോറം കൺവീനർ സാബു കാനക്കാപ്പള്ളി, മേഖലാ പ്രസിഡന്റ് ജോർജ് നിക്സൺ, വിനു പീറ്റർ, ഹെൻസൺ പോത്തമ്പള്ളി, യൂണിറ്റ് പ്രസിഡന്റുമാരായ ഷാജൻ കൂറ്റുതറ, ഷീജൻ ജോസഫ്, ജെയിംസ് കണ്ടത്തിപ്പറമ്പിൽ, KV ആന്റണി, രാജുക്കുട്ടൻ, ബിജു ആന്റണി, ആന്റണി S, ജോസി വലിയതറ, നീതു തേവരുപറമ്പിൽ, NK രാജീവൻ, അലോഷ്യസ് ആലത്തറ, ജോസഫ് ആന്റണി, ജോയി നീണ്ടകര, റിജൻ റിബല്ലോ എന്നിവർ സംസാരിച്ചു. അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നതിനും
KCA തയ്യാറാക്കിയ അരൂരിന്റെ വികസന സമീപന രേഖ സർക്കാരിനും സമൂഹത്തിനുമായി സമർപ്പിക്കുന്നതിന് സംഘടിപ്പിച്ചിട്ടുള്ള എൻ്റെ അരൂർ എന്ന ഈ പരിപാടി ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, അരൂർ. സ്നേഹം പൊന്നണിയട്ടെ. സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല.